സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിലാക്കി സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേരുന്നതായി റിപ്പോർട്ട്. സ്വർണ്ണപ്പാളി മാറ്റിയത് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ദേവസ്വം വിജിലൻസ് ആവശ്യപ്പെടാൻ സാധ്യത. ഷെബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷെബീദ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ ചെമ്പുപാളിയായതിൻ്റെ ഉത്തരവാദി എന്ന രീതിയിലാണല്ലോ വിജിലൻസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷെബീദ് റാവുത്തർ, ഷെബീദിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഫോട്ടോ പരിശോധനയിൽ സ്വർണ്ണപ്പാളികളിൽ വ്യത്യാസമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയതായി ദേവസ്വം വിജിലൻസ് മനസ്സിലാക്കുന്നു. ഷെബീദ് റാവുത്തർ ശരിയാണ്. ഷെബീദ്, വിവരങ്ങൾ. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ കേട്ട കഥകളിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണോ എന്നൊക്കെയുള്ള സാങ്കേതികമായ ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് രാവിലെയോടുകൂടി ദേവസ്വം വിജിലൻസ് ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത് അത് സ്വർണ്ണപ്പാളി തന്നെയാണ് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, അത് സാങ്കേതികമായി ദേവസ്വം ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ച സ്വർണ്ണപ്പാളി അത് ബാംഗ്ലൂരും തമിഴ്നാടും അടക്കം പല സ്ഥലങ്ങളിലേക്ക് പോയി മടങ്ങിയെത്തുമ്പോൾ ആ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അല്ല തിരികെ എത്തിച്ചത് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അത് ഫോട്ടോ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാണ് സ്ഥിരീകരിച്ചത്. 2019 മുമ്പുണ്ടായിരുന്ന പാളികളുടെ ചിത്രങ്ങളുമായി ഇപ്പോൾ തിരിച്ചെത്തിയ പാളി ഒത്തുനോക്കി. രണ്ടും വ്യത്യസ്തമെന്ന ദേവസ്വത്തിലെ വിദഗ്ധർ വിലയിരുത്തിയതായി സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് നടപടിയും ദേവസ്വം വിജിലൻസ് ആരംഭിച്ചിട്ടുണ്ട്. കാലപ്പഴക്ക നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനാണ്. അതായത് 1999 പണി പൂർത്തിയാക്കി 2019 വരെ കയ്യിലുണ്ടായിരുന്നത് 2019 അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടുതൽ അതിന്റെ വർക്കുകൾക്ക് വേണ്ടി കൊടുത്തയക്കുന്നു. അതിനുശേഷം 40 ദിവസത്തിനപ്പുറമാണ് ആ സ്വർണ്ണപ്പാളി തിരികെ ശബരിമലയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അതിപ്പോൾ വ്യത്യസ്തമെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ കാലപ്പഴക്ക നിർണ്ണയം അത് ആവശ്യപ്പെടാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ദേവസ്വം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ ഈ ആവശ്യം കൂടി ഉൾപ്പെടുത്താൻ ദേവസ്വം വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ നമ്മൾ കണ്ട വിവാദങ്ങളുടെ സീരീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അത് നടത്തിയിരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ തന്നെ ഇക്കാര്യം പലപ്പോഴായി പറഞ്ഞതാണ്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തുവിട്ട ശബരിമല ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളി അല്ല തിരികെ ശബരിമലയിലേക്ക് എത്തിയത് എന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഓക്കെ, ഷെബീദ് റാവുത്തറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മളുമായി പങ്കുവച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളിയാക്കിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോള് വ്യക്തമാകുന്നു എന്നാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെന്ന രീതിയിൽ ദേവസ്വം വിജിലൻസ് എത്തിച്ചേരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കു മുറുകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷെബീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.